ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഓട്ടപ്പാച്ചിലിലാണ് സ്ഥാനാർത്ഥികൾ. പട്ടാമ്പിയിൽ അവകാശവാദങ്ങൾ നിരത്തി LDFും തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയിൽ UDFും കേന്ദ്ര പദ്ധതികളുടെ ആത്മവിശ്വാസത്തിൽ NDAയും രാഷ്ട്രീയ തന്ത്രങ്ങളുമായി തിരക്കിലാണ്. വികസന തുടർച്ചയും മാറ്റവും തമ്മിലാണ് പട്ടാമ്പിയിലെ മത്സരം. 10 വർഷം കൊണ്ട് 1500 കോടിയുടെ വികസനം നടത്തിയെന്ന അവകാശവാദവുമായി തുടർച്ചയ്ക്കായാണ് LDF സ്ഥാനാർത്ഥി CPIയിലെ മുഹമ്മദ് മോസിൻ വോട്ടർമാരിലേക്ക് എത്തുന്നത്. ഇന്ന് പ്രചരണത്തിന്റെ 6ാം ദിവസമാണ്. മരുതൂര് പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വലിയ രീതിയിൽ ജനങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കുടുംബയോഗങ്ങളാണ്. എല്ലാവരും കൂടെ നിന്ന് വലിയ പിന്തുണയാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ്. എല്ലാവരുമായിട്ട് നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10 വർഷമായിട്ട് എല്ലാവരോടും നല്ല ബന്ധമാണ്. അപ്പൊ ആ ഒരു ബന്ധവും ആ സ്നേഹവും ഒക്കെ അവർ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റത്തിന്റെ കരുത്തിലാണ് UDF പടക്കിറങ്ങുന്നത്. പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിച്ചും പതിറ്റാണ്ടുകളോളം CPM കുത്തകയാക്കി വെച്ചിരുന്ന വിളയൂർ മുതുതല പഞ്ചായത്തുകൾ ഉൾപ്പെടെ കൈപ്പിടിയിലൊതുക്കിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF കളം നിറയുന്നത്. നഗരസഭാ അധ്യക്ഷൻ കൂടിയായ TP ഷാജിയാണ് മത്സരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ ആത്മവിശ്വാസത്തോടും വളരെ പ്രതീക്ഷയോടും കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി വലിയ ഒരു ജനവികാരം ആളിക്കത്തുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര പദ്ധതികളും മോദി പ്രഭാവവും ഒക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും സംസ്ഥാനം ഭരിച്ചിരുന്ന ഇരുമുന്നണികളുടെയും കോട്ടങ്ങൾ ഉയർത്തിയും കേന്ദ്ര സർക്കാരിന്റെ വികസന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് NDA സ്ഥാനാർത്ഥി P മനോജിന്റെ പ്രചരണം. അതും ഇപ്പോൾ കുലുക്കല്ലൂര് പഞ്ചായത്ത്, കൊപ്പം പഞ്ചായത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് നല്ല തരത്തിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2 മുന്നണികളും മാറി മാറി ഭരിച്ച കേരളത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ് അവരുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളും അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് BJPക്ക് ലഭിക്കുന്നത്. മൂന്ന് മുന്നണികൾക്കൊപ്പം SDPI സ്ഥാനാർത്ഥി SP അമീർ അലി, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹാരിസ് ബാബു എന്നിവരും മത്സരം കൊഴുപ്പിക്കാനുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.